വെൽക്കം ടു വൺസ്. നമ്മൾ RCC ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് റീഇൻഫോഴ്സ്മെന്റ് കോൺക്രീറ്റിനെ കുറിച്ച് പറയണം അല്ലെ. RCC എന്ന് പറഞ്ഞാൽ സ്റ്റീലിന്റെയും കോൺക്രീറ്റിന്റെയും സമ്മാണ്. ആദ്യം നമുക്ക് കോൺക്രീറ്റിനെ കുറിച്ച് പറയണം, എന്നിട്ട് നമുക്ക് സ്റ്റീലിനെ കുറിച്ച് പറയണം. കോൺക്രീറ്റ് കംപ്രസീവ് സ്ട്രെങ്ത് എടുക്കാൻ ബെസ്റ്റ് ആണ് നമുക്കറിയാം, ബട്ട് ടെൻസൈൽ സ്ട്രെങ്ത് എടുക്കാൻ വളരെ മോശമാണ്. അങ്ങനെ കോൺക്രീറ്റ് ടെൻഷൻ എടുക്കാൻ മോശമായതുകൊണ്ടാണ് കോൺക്രീറ്റ് അകത്തേക്ക് നമ്മൾ എന്തും കൂടി കമ്പൈൻ ചെയ്യുന്നത്, ടെൻഷൻ എടുക്കാൻ ബെസ്റ്റ് ആയ സ്റ്റീല് നമ്മൾ കമ്പൈൻ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ബട്ട് കോൺക്രീറ്റിന് തീരും ടെൻഷൻ എടുക്കാൻ പറ്റില്ല എന്നല്ല, ടെൻഷൻ എടുക്കാനുള്ള കഴിവ് വളരെ കുറവാണ്. ആൻഡ് കോൺക്രീറ്റിന് എടുക്കാൻ പറ്റുന്ന ടെൻഷനെയാണ് നമ്മൾ എന്ത് പറയാറുള്ളത്? ദ ടെൻസൈൽ സ്ട്രെങ്ത് യെസ് capable of resisting by the concrete is termed as flexural strength of the concrete. അല്ലെങ്കിൽ ഇതിന് എന്ത് പറയും? ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് ദ കോൺക്രീറ്റ് ആണ്. ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് ദ കോൺക്രീറ്റ്, ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് ദ കോൺക്രീറ്റ് അതിനെ തന്നെയാട്ടോ എന്ത് പറയുന്നത്? ഫ്ലെക്സുറൽ. എന്താണ് ഫ്ലെക്സുറൽ എന്ന് പറഞ്ഞാൽ? ബെൻഡിങ്. ഫ്ലെക്സുറൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ബെൻഡിങ്ങിന്റെ വേറൊരു പേരാണ് എന്ത്? ഫ്ലെക്സുറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെൻഡിങ് കാരണം എന്തുണ്ടാവും നിങ്ങൾക്കറിയാം. നോക്കിയേ, ബീം, ഇതൊരു ബീമാണ്. ഓക്കെ, ഈ ബീം നിങ്ങൾ ലോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ബീം ബെൻഡ് ആവില്ലേ? ഈ ബീം ബെൻഡ് ആവൂലേ? ഇത്തരത്തിലല്ലേ ബെൻഡ് ആവുക? ഇത്തരത്തിലാണ് ബെൻഡ് ആവുക. അതായത് വി ആർ ഹാവിംഗ് ടെൻഷൻ അറ്റ് ദ ബോട്ടം, ആൻഡ് വി ആർ ഹാവിംഗ് കംപ്രഷൻ അറ്റ് ദ ടോപ്പ് ആണ് അല്ലെ. ആൻഡ് ഈ കോൺക്രീറ്റിൽ ടെൻഷൻ ഉണ്ടാവാൻ തുടങ്ങും. ബെൻഡിങ് കാരണം കോൺക്രീറ്റിൽ ടെൻഷൻ ഉണ്ടാവുന്നതാണ് കാണുന്നത്. ഇവിടെ റീഇൻഫോഴ്സ്മെന്റ് ഇല്ല കേട്ടോ. ഇപ്പൊ റീഇൻഫോഴ്സ്മെന്റ് ഇല്ല. സോ താഴെ ടെൻഷൻ ഉണ്ടാവുന്നില്ലേ? ആ ടെൻഷനെ കോൺക്രീറ്റിന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റണം. ഒറ്റയ്ക്ക് പറ്റാതെ കൊണ്ടാണ് അവിടേക്ക് സ്റ്റീലും കൂടി നമ്മൾ എന്ത് ചെയ്യുന്നത്? കമ്പൈൻ ചെയ്യുന്നത്. ബട്ട് എത്രയോ ഒരു ചെറിയ എമൗണ്ട് ടെൻഷൻ എടുക്കാൻ കഴിവുണ്ട് കോൺക്രീറ്റിന്. കോൺക്രീറ്റ് ഈസ് ഗുഡ്, വെരി ഗുഡ് ഇൻ ടേക്കിംഗ് കംപ്രഷൻ. എത്ര നിങ്ങൾ കംപ്രസ് ചെയ്താലും കോൺക്രീറ്റിന് യാതൊരു കുഴപ്പവും ഉണ്ടാവില്ല. അത് കംപ്രഷൻ സ്ട്രെങ്ത് എടുക്കാൻ ബെസ്റ്റ് ആണ്. ബട്ട് ടെൻഷൻ എടുക്കാൻ അതിന് ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾ കോൺക്രീറ്റ് പിടിച്ച് വലിച്ചേ, കൈകൊണ്ട് പിടിച്ച് വലിച്ചാൽ പൊട്ടൂല, വേറെ കാര്യം. നമ്മൾ എന്തെങ്കിലും മെഷീനറി ഉപയോഗിച്ച് കോൺക്രീറ്റിൽ ടെൻഷൻ അപ്ലൈ ചെയ്താൽ കോൺക്രീറ്റ് പെട്ടെന്ന് പൊട്ടും. ബട്ട് കോൺക്രീറ്റ് എടുക്കാൻ പറ്റുന്ന ചെറിയ ഒരു വാല്യൂ ഓഫ് ടെൻഷൻ ഉണ്ട്. അതിനെയാണ് ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫ്ലെക്സുറൽ സ്ട്രെങ്ത്. ദാറ്റ് ഈസ് ബെൻഡിങ് കാരണം ഉണ്ടാവുന്ന ടെൻഷനെ റെസിസ്റ്റ് ചെയ്യാനുള്ള സ്ട്രെങ്ത്. ഓക്കെ, ഓർ ദിസ് ഈസ് ഓൾസോ ടേംഡ് ആസ്, ഇതിനെ തന്നെയാണ് എന്ത് പറയുന്നത്? മോഡുലസ് ഓഫ് റപ്ചർ എന്ന് പറയുന്നത്. സാധനം ഒന്നാണ്, നമ്മൾ അതിനെ ചുരുക്കി FCR എന്ന് പറയാറുണ്ട്. സോ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ബെൻഡിങ് കാരണം ഉണ്ടാകുന്ന കുറെയൊക്കെ ടെൻഷൻ ആർക്ക് എടുക്കാൻ പറ്റും? കോൺക്രീറ്റ് എടുക്കാൻ പറ്റും. എത്രയാണ് അതിന്റെ വാല്യൂ? FCR ഈസ് ഗിവൺ ബൈ ഡയറക്റ്റ് ഫോർമുല 0.7 റൂട്ട് FCK ആണ്. 0.7 റൂട്ട് FCK എന്ന് പറയുന്ന വളരെ ഫേമസ് ഫോർമുല നിങ്ങൾക്കറിയാം. വേർ FCK എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ദ കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് ഏതാണ്? കോൺക്രീറ്റ് ആണ് അല്ലെ. കോൺക്രീറ്റിന്റെ കംപ്രസീവ് സ്ട്രെങ്ത് ആണ്. എക്സാമ്പിൾ പറയാണ്, യെസ്, എ കോൺക്രീറ്റ് ഓഫ് ഗ്രേഡ് M25 ആണെങ്കിൽ, എ കോൺക്രീറ്റ് ഓഫ് ഗ്രേഡ് നമുക്കറിയാം, ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞാണ്. M25 ആണെങ്കിൽ FCK എത്രയാണ്? 25 ന്യൂട്ടൺ പെർ mm² ആണ്. എന്താ മനസ്സിലാവുന്നത്? ഈ പറഞ്ഞ കോൺക്രീറ്റിന്, ഈ പറയുന്ന M25 കോൺക്രീറ്റിന് എടുക്കാൻ പറ്റുന്ന കംപ്രസീവ് സ്ട്രെങ്ത് എത്രയാണ്? 25 ന്യൂട്ടൺ പെർ mm² ആണെങ്കിൽ അതേ കോൺക്രീറ്റിന് എടുക്കാൻ പറ്റുന്ന ടെൻസൈൽ സ്ട്രെങ്ത് എത്രയായിരിക്കും? ദാറ്റ് ഈസ് നത്തിങ് ബട്ട് FCR ആണ്, which is equal to 0.7 റൂട്ട് FCK ആണ്. 0.7 റൂട്ട് FCK ആണ്. ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ, ദാറ്റ് ഈസ് 0.7 ടൈംസ് റൂട്ട് ഓഫ് FCK എത്രയാണ്? 25 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.7 ടൈംസ് എത്രയാണ്? റൂട്ട് 5 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 3.5 ന്യൂട്ടൺ പെർ mm² എന്ന് പറയുന്ന എന്ത് എടുക്കാനേ പറ്റുള്ളൂ? ടെൻഷൻ എടുക്കാനേ പറ്റുള്ളൂ. ഇതാണ് നിങ്ങളുടെ ഈ പറഞ്ഞ കോൺക്രീറ്റിന്, ഏത് കോൺക്രീറ്റിന്? M25 എന്ന് പറയുന്ന കോൺക്രീറ്റിന് എടുക്കാൻ പറ്റുന്ന ടെൻഷൻ. അപ്പൊ ടെൻഷൻ എടുക്കാൻ പറ്റും, ബട്ട് വളരെ കുറവാണ്. എത്ര കംപ്രഷൻ എടുക്കാൻ പറ്റും? 25 കംപ്രഷൻ, 25 ന്യൂട്ടൺ പെർ mm² കംപ്രഷൻ എടുക്കാൻ പറ്റുന്ന കോൺക്രീറ്റിന് എത്ര ടെൻഷൻ എടുക്കാൻ പറ്റുള്ളൂ? 3.5 ന്യൂട്ടൺ പെർ mm² ടെൻഷനെ എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് പോയിന്റ്. ഇതിൽ കൂടുതൽ ടെൻഷൻ വന്നു കഴിഞ്ഞാൽ കോൺക്രീറ്റിൽ ക്രാക്ക് ഉണ്ടാവും. ഓക്കെ, ആ പോയിന്റ് ഇവിടെ എഴുതുകയാണ്. ഈ ഒരു കോൺക്രീറ്റിൽ, ആൻഡ് ഇൻ ദിസ് കോൺക്രീറ്റ് ഇഫ് ദ ടെൻസൈൽ സ്ട്രെസ് ഡെവലപ്ഡ്, നമുക്കതിനെ FT എന്ന് പറയാം. ഓക്കെ, ടെൻസൈൽ സ്ട്രെസ് ഡെവലപ്ഡ് ഈസ് മോർ ദാൻ FCR ആണെങ്കിൽ, എന്ത് സംഭവിക്കും? ക്രാക്സ് ഡെവലപ്സ് ഇൻ ദ കോൺക്രീറ്റ്. കോൺക്രീറ്റിൽ ഫെയിലർ ഉണ്ടാവും. യെസ്, ക്രാക്സ് ഡെവലപ്സ് ഇൻ കോൺക്രീറ്റ്. ക്ലിയർ അല്ലേ? കോൺക്രീറ്റിൽ ക്രാക്ക് ഉണ്ടാവാൻ തുടങ്ങും.
ക്രാക്സ് ഡെവലപ്സ് ഇൻ ദ കോൺക്രീറ്റ്. ക്ലിയർ ആണോ? ഈസ് ആർ ഓക്കെ? 3.5 ന്യൂട്ടൺ പെർ mm സ്ക്വയറിൽ കൂടുതൽ. നോക്കിയേ, ഏത് കോൺക്രീറ്റിനെ കുറിച്ചാണ് പറയുന്നത്? M25ന്റെ കേസ് ആണ് പറയുന്നത്. FCRനേക്കാളും നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത FCRനേക്കാളും കൂടുതൽ ടെൻസൈൽ സ്ട്രെസ് ഉണ്ടായാൽ അതിനർത്ഥം കോൺക്രീറ്റിന് ഒറ്റയ്ക്ക് അത്രയും ടെൻഷൻ എടുക്കാൻ പറ്റില്ല. അപ്പൊ അവിടെ ക്രാക്ക് ഉണ്ടാകും, സ്വാഭാവികം. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? നോക്കിയേ, ഈ പറഞ്ഞ ഫ്ലെക്സുറൽ സ്ട്രെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി, ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ലാബിൽ ചെയ്യുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്. അതിനെയാണ് ഫ്ലെക്സുറൽ സ്ട്രെങ്ത് ടെസ്റ്റ് എന്ന് പറയുന്നത്. അതിനുവേണ്ടി നിങ്ങൾ ഫിഗറിൽ കാണാം, നമ്മൾ യൂസ് ചെയ്യുന്ന കോൺക്രീറ്റ് സ്പെസിമൻ ആണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, കോൺക്രീറ്റിന്റെ സ്പെസിമൻ ആണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഒരു എന്താണ് റെക്ടാങ്കുലർ ബീം ലൈക്ക് സ്പെസിമൻ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതിന് ഡയമെൻഷൻ ചോദിക്കാറുണ്ട്. എത്രയാണ്? യെസ്, ഇത്തരത്തിലുള്ള റെക്ടാങ്കുലർ ബീം സെക്ഷൻ ആണ് നമ്മൾ കൺസിഡർ ചെയ്യാറുള്ളത്. ആൻഡ് ഇറ്റ് ഈസ് ഹാവിംഗ് എ ലെങ്ത് ഓഫ് 700 mm ആണ്. യെസ്, ആൻഡ് ഇറ്റ് ഈസ് ഹാവിംഗ് എ ഡയമെൻഷൻ ഓഫ് 150 mm വിഡ്ത്ത് ആൻഡ് അഗെയിൻ എത്രയാണ്? 150 mm ഡെപ്ത് ആണ്. ക്ലിയർ അല്ലേ? ഇതാണ് ഡയമെൻഷൻ 1. ചോദ്യം അതാണ്. ഫ്ലെക്സുറൽ സ്ട്രെങ്ത് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ കൊണ്ട് നടക്കുന്ന കോൺക്രീറ്റിന്റെ സ്പെസിമന്റെ സൈസ് യെസ് 700/150/150 ആണ്. 700/150/150 ആണ്. ക്ലിയർ അല്ലേ? ഇനി ഈ ടെസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചേ. ഈ ടെസ്റ്റിൽ നമ്മൾ കോൺക്രീറ്റ് സ്പെസിമനെ ഇത്തരത്തിൽ ലോഡ് ചെയ്യും. ഇത്തരത്തിലാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. നോക്കിയേ, എവിടേക്കാണ്? ഇത് മൊത്തം ലെങ്ത് എത്രയായിരുന്നു? ഈ മൊത്തം ലെങ്ത് എത്രയായിരുന്നു വെയിറ്റ്? ഈ മൊത്തം ലെങ്ത് എത്രയായിരുന്നു? 700 ആയിരുന്നു. ബട്ട് 700 എന്ന് പറയുന്ന ലെങ്ത്തിലല്ല സപ്പോർട്ട് ചെയ്യുന്നത്. പകരം നമ്മൾ അതിന് കുറച്ച് ഇങ്ങോട്ട് മാറിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സപ്പോർട്ട് ചെയ്യുന്നത്. സച്ച് ദാറ്റ് ഈ പറഞ്ഞ ഈ സപ്പോർട്ടുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയേ ഉള്ളൂ? 600 mm ഉള്ളൂ. ഇതാണ് ടെസ്റ്റ് ചെയ്യുന്ന രീതി. ഇങ്ങനെയാണ്. ഓക്കെ, 600. നോക്കിയാൽ മൊത്തം ലെങ്ത് 700 ആയിരുന്നു. ബട്ട് എൻഡ് പോയിന്റിലല്ല സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? യെസ്, 600 mm ഡിസ്റ്റൻസിലാണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഈ എൻഡിൽ നിന്നും എത്ര ഡിസ്റ്റൻസ് മാറിയാണ്? 50 mm മാറിയാണ് നമ്മൾ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നത്. ഈ സപ്പോർട്ടിൽ നിന്നും എത്ര ഡിസ്റ്റൻസ് മാറിയാണ്? 50 mm മാറിയാണ് അല്ലെ? സോ ഇവിടുന്ന് 50 mm, അവിടെ നിന്ന് 80 mm, അതായത് 700 എന്ത് കുറഞ്ഞു? 100 കുറഞ്ഞു, ബാക്കി 600. ക്ലിയർ അല്ലേ? എന്നിട്ട് ലോഡിങ് കൊടുത്തിരിക്കുന്ന രീതി നോക്കിയേ. ലോഡ് കൊടുത്തിരിക്കുന്നത് 2 ലോഡ് കൊടുത്തിട്ടുണ്ട്. ലെറ്റ്സ് സേ W എന്ന് പറയുന്ന അല്ലെങ്കിൽ P എന്ന് പറയുന്ന 2 ലോഡുകൾ. P എന്ന് പറയുന്ന 2 പോയിന്റ് ലോഡുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ എന്തായാലും ഗ്രാജുവലി ലോഡ് ഇൻക്രീസ് ചെയ്യും. ഏതോ ഒരു ലോഡിൽ ഇതെന്താവും? ഫെയിൽ ആവും. ആ ലോഡാണ് അവിടെ നമുക്ക് കൺസിഡർ ചെയ്യേണ്ട സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? പോയിന്റ് ഓക്കെ ആണോ? ക്ലിയർ. സോ 700 mm ലെങ്ത് ഉള്ള സ്പെസിമനിൽ എൻഡിൽ നിന്നും 50 mm മാറി, അപ്പുറത്തെ എൻഡിൽ നിന്നും 50 mm മാറിയിട്ടാണ് സപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. അതായത് മൊത്തം 600 mm. ആൻഡ് ഈ പറയുന്ന സ്പാനിൽ നമ്മൾ കൊടുത്ത ലോഡ് ഇത്തരത്തിലാണ്. അതായത് ഇതാണ് നമ്മുടെ സപ്പോർട്ട് തമ്മിലുള്ള ഡിസ്റ്റൻസ് L എങ്കിൽ യു ആർ പ്രൊവൈഡിങ് ദ ലോഡിങ് at equal distance of L/3 ആണ്. at equal distance of L/3 ആണ്. ഓക്കെ, നിങ്ങളുടെ ഈ 600 mm ആണ് ലെങ്ത് ഓഫ് ദ സ്പാൻ എങ്കിൽ സപ്പോർട്ട് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 600 mm ആണ്. ലെറ്റ്സ് സേ അത് L ആണ്. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ എൻഡിൽ നിന്നും ഇവിടുന്ന് L/3, ഇവിടുന്ന് L/3 ആൻഡ് ലോഡുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? L/3 എന്ന രീതിയിലാണ് നമ്മൾ ലോഡിങ് കൊടുക്കാറുള്ളത്. നമുക്കതിനെ വരച്ചു നോക്കാം. നോക്കിയേ, അതായത് ദിസ് ഈസ് ലൈക്ക് എ സിംപ്ലി സപ്പോർട്ട് ബീമായി മാറും. ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എത്രയാണ് അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ്? ലെറ്റ്സ് സേ L ആണ്. ആൻഡ് L എത്രയാണ്? 600 mm ആണ്. ഓക്കെ, ആൻഡ് ലോഡിംഗ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? അറ്റ് എവറി 1/3 ഡിസ്റ്റൻസ് L/3. ക്ലിയർ അല്ലേ? ഇത്തരത്തിലാണ് 2 പോയിന്റ് ലോഡുകൾ കൊടുത്തിരിക്കുന്നത്. സോ സിംപ്ലി സപ്പോർട്ടഡ് ബീം വിത്ത് 2 പോയിന്റ് ലോഡ് തന്നെയാണ് ഫ്ലെക്സുറൽ സ്ട്രെങ്ത്തിന്റെ ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത്. നോക്കിയേ, ഇനി ബാക്കി പറയാനുള്ളത് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ ആണ്. നിങ്ങൾക്കറിയാം ഈ പറഞ്ഞ ലോഡിംഗ് കോമ്പിനേഷൻസിന്റെ BMD അല്ലെ, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം നിങ്ങൾക്ക് ഈസിലി വരയ്ക്കാൻ പറ്റും. എങ്ങനെയായിരിക്കും പറഞ്ഞേ? എവിടെയാണോ പോയിന്റ് ലോഡ് അവിടെയായിരിക്കും മാക്സിമം ബെൻഡിങ് മൊമെന്റ്. നമുക്കറിയാം. സോ ഗ്രാഫ് എങ്ങനെയാ വരിക? ഡയഗ്രാം എങ്ങനെയാ വരിക? ഇത്തരത്തിലുള്ള ഡയഗ്രാം ആയിരിക്കും അല്ലെ. വി ക്യാൻ ഒബ്സർവ് എ മാക്സിമം ബെൻഡിങ് മൊമെന്റ് ഐദർ ഹിയർ ഓർ ഹിയർ, അതായത് ത്രൂ ഔട്ട് അല്ലെ, വിച്ച് ഇസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് എത്രയാണ്? L/3. ആൻഡ് എത്ര ലോഡ് ആക്ട് ചെയ്യുന്നത്? P ആണ്. ദ മൊമെന്റ് അറ്റ് ദിസ് പോയിന്റ് വിൽ ബി ഈക്വൽ ടു എത്രയായിരിക്കും? എത്രയായിരിക്കും? ലോഡ് ഇൻറ്റു വാട്ട് എവർ ദ ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് PL/3 ആയിരിക്കും ഇവിടെ ആക്ട് ചെയ്യപ്പെടാൻ പോകുന്ന മൊമെന്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് എ മാക്സിമം മൊമെന്റ്. ഓക്കെ അല്ലേ? മൊമെന്റ് കിട്ടിക്കഴിഞ്ഞാൽ, മൊമെന്റ് എന്ന് വെച്ചാൽ ബെൻഡിങ് മൊമെന്റ്,
ബെൻഡിങ് മൊമെന്റ് കാരണമാണ് എന്തുണ്ടാകാൻ പോകുന്നത്? യെസ്, ടെൻസൈൽ സ്ട്രെസ് ഉണ്ടാകാൻ പോകുന്നത്. അതായത് ബൈ ദ വെരി ഫേമസ് ഇക്വേഷൻ M/I is equal to F/Y is equal to E/R എന്ന് പറയുന്ന ഇക്വേഷന്റെ ചെറിയൊരു ഭാഗം മാത്രം യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പറയാം M/I is equal to എന്താണ്? F/Y ആണ്. ഇവിടെ നമ്മൾ എഫ് എന്ന് പറയുന്ന സ്ട്രെസ് കണ്ടുപിടിക്കുന്നു. അതിനെ ഞാൻ പറയുന്നു FT എന്ന് പറയുന്നു. വാട്ട് ഈസ് FT? ദാറ്റ് ഈസ് ദ അതെന്താണ്? ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ദ ടെൻസൈൽ സ്ട്രെസ് ഡെവലപ്പിംഗ്. ടെൻസൈൽ സ്ട്രെസ് ഡെവലപ്പിംഗ്. എന്തുകൊണ്ടാണ് ടെൻസൈൽ സ്ട്രെസ് എന്ന് പറയുന്നത്? യെസ്, ബെൻഡിങ് മൊമെന്റ് കാരണം ഉണ്ടാകുന്ന ടെൻസൈൽ സ്ട്രെസ്. ദാറ്റ് വിൽ ബി ഈക്വൽ ടു M into Y ഡിവൈഡ് ബൈ എന്തായിരിക്കും? M into Y ഡിവൈഡ് ബൈ എന്തായിരിക്കും? I ആയിരിക്കും. ഓക്കെ അല്ലേ? യെസ്. സോ എത്ര കിട്ടി? FT is equal to, you will get FT is equal to M into Y divided by I. എത്രയാണ് M എന്ന് പറയുന്നത് എത്രയാണ്? P into L by 3 into Y എന്ന് പറഞ്ഞാൽ എത്രയാണ്? D/2 അല്ലെ? Y ഒക്കെ അറിയാലോ, ന്യൂട്രൽ ആക്സിസിൽ നിന്നും എക്സ്ട്രീം ഫൈബറിലേക്കുള്ള ഡെപ്ത്, അതായത് നമ്മുടെ ബീമിന്റെ ഡെപ്തിന്റെ പകുതി. ആൻഡ് I എന്ന് പറയുന്നത് എത്രയാണ്? BD/12. So you will get the FT is equal to ഇതൊന്ന് റീഅറേഞ്ച് ചെയ്താൽ നോക്കി, ഇവിടെ 3 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. 3 2 6, താഴെ 12 ക്യാൻസൽ ആയി പോകും. 12 മുകളിലാണ് പോകുന്നത്. സോ യു ഡു ദ കാൽക്കുലേഷൻ. യെസ്, 2PL ഡിവൈഡ് ബൈ എന്താണ് വരിക? BD സ്ക്വയർ എന്ന് പറയുന്ന ടെൻസൈൽ സ്ട്രെസ് ആണ് നിങ്ങളുടെ ഈ മെമ്പറിൽ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, വാട്ട് ഈസ് FT? ദാറ്റ് ഈസ് ദ ടെൻസൈൽ സ്ട്രെസ് ഡെവലപ്പിംഗ് ഇൻ ദ മെമ്പർ. ആൻഡ് നമ്മൾ നേരത്തെ പറഞ്ഞു if എന്താ പറഞ്ഞത്? if FT, അതായത് ടെൻസൈൽ സ്ട്രെസ് ഡെവലപ്പിംഗ് ഈസ് മോർ ദാൻ FCR ൽ കൂടുകയാണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? യെസ്, cracks occur. cracks are formed. ക്ലിയർ അല്ലേ? cracks are formed. ഓക്കെ ആണോ? യെസ്. സോ എന്താ പറഞ്ഞത്? നമ്മളുടെ പരിപാടി, യെസ്, ഈ പറയുന്ന ഫ്ലെക്സുറൽ സ്ട്രെങ്ത് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റ് ആണ് എന്ത്? ഈ കാണിച്ചിരിക്കുന്ന ഫിഗറിൽ നമ്മൾ കാണുന്നത്. ഇത്ര സൈസുള്ള സ്പെസിമൻ ആണ്. അതിന്റെ ലോഡിങ് 50 mm മാറി, അതായത് 600 mm സ്പാനിലാണ് കൊടുക്കുന്നത്. ഒരു തരത്തിൽ ഒരു സിംപിളി സപ്പോർട്ടഡ് ബീമിൽ 2 point ലോഡുകൾ at L/3 ഡിസ്റ്റൻസിൽ കൊടുത്തതുപോലെയാണ്. സിംപിളി സപ്പോർട്ട് ബീമിൽ 2 point ലോഡുകൾ L/3 ഡിസ്റ്റൻസിൽ കൊടുക്കുന്ന അതേ പരിപാടിയാണ് ഫ്ലെക്സുറൽ സ്ട്രെങ്ത്തിന്റെ ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത്. BMD വരച്ചു നമ്മൾ, അവിടുന്ന് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്തു. മൊമെന്റ് അറിയാമെങ്കിൽ അവിടെ ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യാം, which is given by 2PL divided by BD square ആണ്. ക്ലിയർ ആണോ പോയിന്റ്? ഓക്കെ അല്ലേ പോയിന്റ്? യെസ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള ചോദ്യം നമുക്ക് ചെയ്തേ പറ്റൂ. നോക്കിയേ. യെസ്, ലെറ്റ്സ് ഡു ദിസ് ക്വസ്റ്റ്യൻ. കഴിഞ്ഞ എക്സാമിന് വന്നിട്ടുള്ള പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ. നോക്കിയേ, ഒന്ന് വായിച്ചു നോക്കിയേ. ക്വസ്റ്റ്യന്റെ വലിപ്പം കണ്ട് ഞെട്ടരുത്, എളുപ്പമാണ്. സാധനം എളുപ്പമാണ്. ലെറ്റ്സ് ഡു ദിസ് ക്വസ്റ്റ്യൻ. നോക്കിയേ. യെസ്, നമുക്ക് ചെയ്യാം. എന്താ അവർ ചോദിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, എ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ബീം ഓഫ് സൈസ് 200 mm വൈഡ്, അതായത് B is equal to എത്രയാണ്? യെസ്, B is equal to തന്നിട്ടുണ്ട്, 200 mm തന്നിട്ടുണ്ട്. യെസ്, ആൻഡ് ഡെപ്ത്, യെസ്, D is equal to എത്രയാണ്? 300 mm ആണ്. ഇറ്റ് ഈസ് സപ്പോർട്ടഡ് ബൈ an overall span of L is equal to എത്രയാണ്? 3 meter ആണ്. ആയിക്കോട്ടെ. It is subjected to 2 point loads P of equal magnitude placed at middle third points. അതായത് L/3 ഡിസ്റ്റൻസിൽ P എന്ന് പറയുന്ന ലോഡ് കൊടുത്തിരിക്കുന്നു അല്ലെ? നമ്മളിപ്പോ കാണിച്ച ഫിഗർ ആണ്. The two loads are gradually increased simultaneously. Beam is reinforced with the 2 HYST bars of 16 mm diameter placed at an effective cover of 40 mm on the bottom face and the nominal shear reinforcement. The characteristic compressive strength and the bending tensile strength, yes, and the bending tensile strength of the concrete is 2.2. Yes, the bending tensile strength developed എത്രയാണ്? 2.2. Yes. FT തന്നിട്ടുണ്ട് ടീമേ. FT തന്നിട്ടുണ്ട് എത്രയാണ്? 2.2 Newton per mm square ആണ്. mm square എന്ന് തന്നിട്ടുണ്ട്. ചോദ്യം എന്താണ്? Ignoring the presence of tension reinforcement, the value of the load P in kilonewton when the first flexural crack will develop. ഫസ്റ്റ് ഫ്ലെക്സുറൽ ക്രാക്ക് ഡെവലപ്പ് ചെയ്യുന്ന സമയത്തെ ലോഡ് എത്രയായിരിക്കും എന്നാണ് ചോദിച്ചത്. എപ്പോഴാണോ ക്രാക്ക് ഡെവലപ്പ് ചെയ്യുക? നിങ്ങളുടെ FT എന്തിന് ഈക്വൽ ആവുമ്പോഴാണ്? FCR ഈക്വൽ ആവുമ്പോഴാണ്.
നിങ്ങളുടെ FCR ഈക്വൽ ആകുമ്പോഴാണ്. ആൻഡ് ഇവിടെ എത്രയാണ്? യെസ്, വി ആർ അസ്യൂമിങ് തന്നിട്ടുണ്ട് നമുക്ക് എന്ത് യെസ് FT is equal എത്രയാണ്? 2.2 ന്യൂട്ടൺ പെർ mm സ്ക്വയർ അല്ലെ. ബെൻഡിങ് ടെൻസൈൽ സ്ട്രെങ്ത് എത്രയാണ്? 2.2 ന്യൂട്ടൺ പെർ mm സ്ക്വയർ ആണ്. 2.2 ന്യൂട്ടൺ പെർ mm സ്ക്വയർ ആണ്. അതായത് അവിടെ എന്ത് സംഭവിക്കുന്നു? അവിടെ നിങ്ങളുടെ യെസ് ബെൻഡിങ് കാരണം അവിടെ യെസ് ഫസ്റ്റ് ക്രാക്ക് ഡെവലപ്പ് ചെയ്യപ്പെടുന്നു. ക്ലിയർ അല്ലേ? യെസ്, നോക്കല്ലേ. അതായത് നമുക്കറിയാം ഇക്വേഷൻ FT is equal to 2 times P into L divided by 2 times P into L divided by എത്രയാണ്? 2BD സ്ക്വയർ ആണ് അല്ലെ. യെസ്, BD സ്ക്വയർ ആണ്. ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അതായത് ഇവിടെ 2.2 ന്യൂട്ടൺ പെർ mm സ്ക്വയർ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു P ആണ് കണ്ടുപിടിക്കേണ്ടത് ഇൻറ്റു L എത്രയാണ് തന്നിരിക്കുന്നത്? ദാറ്റ് ഈസ് ഈക്വൽ ടു 3000 mm ആണ്. ഓക്കെ അല്ലേ? ഡിവൈഡ് ബൈ B എത്രയായിരുന്നു? 200 mm ആണ്. ഇൻറ്റു D എത്രയാണ്? 300 mm ആണ്. സ്ക്വയർ ഇട്ടു. ഡിവൈഡ് ബൈ എന്താണ്? യെസ്, BD സ്ക്വയർ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെ. BD സ്ക്വയർ മാത്രമേ ഉണ്ടാവുള്ളൂ. സോ 2 ഇൻറ്റു P ആണ് കണ്ടുപിടിക്കേണ്ടത്. L 3 മീറ്റർ ആണ്, 300 mm. B 200 mm. D എത്രയാണ്? D സ്ക്വയർ ആണ് വേണ്ടത്, അതുകൊണ്ട് 300 സ്ക്വയർ എന്ന് ഇട്ടു. ഇഫ് യു കാൽക്കുലേറ്റ് ദിസ് ആൻഡ് റീഅറേഞ്ചിങ് ഓൾ ദീസ് തിങ് യു വിൽ ഗെറ്റ് ദ ആൻസർ ആസ് എത്രയാണ്? 6600 ന്യൂട്ടൺ എന്ന് കിട്ടും അല്ലെ. കാരണം ഇവിടെ എല്ലാ വാല്യൂസും MM-ലും ന്യൂട്ടണിലും ഒക്കെയാണ് ഉള്ളത്. ആൻഡ് നമുക്ക് ഓപ്ഷൻ എന്താ ഉണ്ടാവുക? യെസ്, 6.6 കിലോ ന്യൂട്ടൺ ആണ് ഉണ്ടാവുക. സോ ഹെൻസ് ദ ആൻസർ ഈസ് ഏതാണ്? 6.6 കിലോ ന്യൂട്ടൺ. നോക്കിയേ, ഫ്ലെക്സുറൽ സ്ട്രെങ്ത് എന്ന് പറയുന്ന ചെറിയ ടോപ്പിക്കിൽ നിന്നും ചോദിച്ചിരിക്കുന്ന RCCയിലെ ചോദ്യമാണ്. അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അറിയണം. ഓക്കെ, ഫ്ലെക്സുറൽ സ്ട്രെങ്ത്തിന്റെ ടെസ്റ്റ് സ്പെസിമൻ എത്രയാണ്? ആ സ്പെസിമനിൽ കൊടുക്കുന്ന ലോഡിംഗ് എങ്ങനെയാണ്? ആ ലോഡിംഗ് ഈസ് ആക്ച്വലി ലുക്ക് ലൈക്ക് എ സിംപ്ലി സപ്പോർട്ടഡ് ബീം ലോഡഡ് വിത്ത് 2 point ലോഡ്സ് അറ്റ് L/3 ഡിസ്റ്റൻസ്. അത് പറയുമ്പോഴേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയലുമായിട്ടുള്ള കോമ്പിനേഷനും ഇവിടെ കാണപ്പെടാം. നോക്കിയേ, ഈ ഒരു സെഷനിൽ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചതും ഇത് തന്നെയാണ്. RCC ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സ്ട്രെങ്ത് ഓഫ് ദ കോൺക്രീറ്റ് പറയുമ്പോൾ കംപ്രസീവ് സ്ട്രെങ്ത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി പറയേണ്ടത് ഏതായിരുന്നു? ഫ്ലെക്സുറൽ സ്ട്രെങ്ത് ആയിരുന്നു. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ദ ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് ദ കോൺക്രീറ്റ്. അതിനെ എന്തും കൂടി പറയും? മോഡുലസ് ഓഫ് റപ്ചർ എന്നും പറയാറുണ്ട്. നിങ്ങളുടെ ബീമിൽ ഒരു പർട്ടിക്കുലർ ലോഡ് കാരണം അല്ലെങ്കിൽ മൊമെന്റ് കാരണം ഉണ്ടാകുന്ന ടെൻസൈൽ സ്ട്രെങ്ത് ഫ്ലെക്സുറൽ ടെൻസൈൽ സ്ട്രെങ്തിനേക്കാളും കൂടുതലാണെങ്കിൽ അല്ലെങ്കിൽ ഈക്വൽ ആവുമ്പോൾ ക്രാക്ക് ഡെവലപ്പ് ചെയ്യപ്പെടും. അതാണ് നമ്മൾ ആ കൺസെപ്റ്റ് ആണ് ഇപ്പോൾ യൂസ് ചെയ്തത്. നോക്കിയേ, ബാക്കി പോയിന്റുകൾ അടുത്ത സെഷനിൽ പറയാം. വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.